നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് എ പൈത്തൺ കോഡ് ടു ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, സോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഫോം? ax² + bx+c ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്? എയുടെ വാല്യൂം, ബിയുടെ വാല്യൂം, സിയുടെ വാല്യൂം. ഓക്കെ, അപ്പോൾ ഈ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് ഒക്കെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? യൂസറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക്കാൻ നമുക്ക് എപ്പോഴും ഈ ax² + bx+cയിൽ നമ്മൾ സ്ക്വയർ റൂട്ടൊക്കെ കണ്ടുപിടിക്കണ്ടേ? അതേപോലെ തന്നെ ഡിവിഷനൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡേറ്റ ടൈപ്പിനെ നമ്മൾ ചുമ്മാ ഫ്ലോട്ട് ആയിട്ടാണ് കൊടുത്തേക്കുക. നിങ്ങൾക്ക് ഇൻഡായിട്ടാണ് കൊടുക്കാൻ ഇഷ്ടമെങ്കിൽ ഇൻഡായിട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് എന്താണ്? ഫ്ലോട്ട് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. യൂസർ ഇൻപുട്ട് ചെയ്യുന്ന എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ABC എന്നുള്ള 3 വേരിയബിൾസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം ഡിസ്ക്രിമിനൻറ്റ് കണ്ടുപിടിക്കണം അല്ലേ? സോ ഡിസ്ക്രിമിനൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? D = b² - 4ac. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ പ്രോഗ്രാം ആക്കി മാറ്റുമ്പോൾ എന്താണ്? D = b² എന്ന് പറഞ്ഞാൽ എന്താണ്? b × b - 4 × a × c. ഓക്കെ, b² - 4ac. അപ്പോൾ നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ ഡിയുടെ വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മുടെ റൂട്ട്സിൻ്റെ മീൻസ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ റൂട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കേസസാണ് ഉള്ളത്. എന്തായിരിക്കും? D can be 0. D = 0 ആണെങ്കിൽ അതിനൊരു ഇൻഫറൻസ് ഉണ്ട്. ഡിയുടെ വാല്യൂ <0 ആണെങ്കിലും <0 ആണെങ്കിലും അതിനെന്തുണ്ട്? ഒരു ഇൻഫറൻസ് ഉണ്ട്. ഡിയുടെ വാല്യൂ ക്യാൻ ബി <0 അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ ക്യാൻ ബി <0 അല്ലേ? അപ്പോൾ സപ്പോസ് D = 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോർമലി ഉള്ള ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മുടെ റൂട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് is equal to -b ± √b² - 4ac. ഈ b² - 4ac വിളിക്കുന്ന പേരെന്താണ്? D എന്ന് വിളിക്കും. /2a എന്നാണ് നമ്മൾ നോർമൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഡിയുടെ പോർഷൻ 0 ആണെങ്കിൽ അതിന് മീനിങ് എന്താണ്? അതിന് -b/2a ഉള്ളൂ. ഈ ± റൂട്ട് എന്ന് പറയുന്ന പോർഷൻ ഇല്ല അല്ലേ? അപ്പോൾ D = 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒറ്റ റൂട്ടേ ഉള്ളൂ. ആ റൂട്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -b / 2 × a. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ? അതാണ് നമ്മുടെ റൂട്ട്. ആ റൂട്ടിനെ ഞാൻ R എന്ന് വിളിക്കുവാണെങ്കിൽ R = -b/2 × a ആയിരിക്കും. ഓക്കെ, ഇനി ഡിയുടെ വാല്യൂ > 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് നമുക്ക് 2 റൂട്ട്സ് ആണുള്ളത് പോസിറ്റീവ് റേഞ്ചിൽ. എന്തൊക്കെയുള്ളത്? √1 = എന്തായിരിക്കും? -b + √d/2a. ദെൻ സെക്കൻഡ് റൂട്ട് R2 = -b -√d/2a ആണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം? ഇക്വേഷനാക്കി മാറ്റണം അല്ലേ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൈത്തണിലുള്ള ഇക്വേഷനാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഡിയുടെ വാല്യൂ = 0 ആണെങ്കിൽ R = -b/2a എന്ന് എഴുതി. ഡിയുടെ വാല്യൂ > 0 ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം? R1ൻ്റെ വാല്യൂ R1 = -b പ്ലസ് നമുക്ക് എന്താ വേണ്ടത്? √d എന്ന്. √d എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? SQRT എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ആ SQRT നമുക്ക് ചുമ്മാതെ കിട്ടുമോ? ഇല്ല. ഇവിടെ ഏത് മൊഡ്യൂളിലാണ് SQRT ഡിഫൈൻ ചെയ്തേക്കുന്നത്? മാത്ത് മൊഡ്യൂളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? math.sqrt ഓഫ് എന്ത് കൊടുക്കുക? ഡിയുടെ വാല്യൂ / നമുക്ക് എന്ത് എഴുതാം? 2 × a. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കിക്കേ, -b പ്ലസ് math.sqrt ഓഫ് d/2a. √2 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 = -b - √d/2a. അപ്പോൾ സ്ക്വയർ റൂട്ട് ചുമ്മാ വരുമോ? ഇല്ല. math.sqrt ഓഫ് d / 2 × a. ഓക്കെ, അപ്പോൾ എന്ത് എഴുതി? ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത്. ആ 2 റൂട്ടിൻ്റെ വാല്യൂസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. ഇനി D ഒന്നെങ്കിൽ 0 ആയിരിക്കാം, D > 0 ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? D < 0 ആയിരിക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പോർഷൻ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുവാണ് ഡിയുടെ വാല്യൂ < 0 ആണെങ്കിൽ ഇമാജിനറി റൂട്ട്സ് ആയിരിക്കും നമ്മൾ പറയുക. ഓക്കെ, നോ റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ ഓൾ ദ റൂട്ട്സ് ആർ ഇമാജിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ റൂട്ട്സ് അല്ല x + iy x - iy അല്ലേ? x + iy x - iy ആണ്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ അത്രയും കോംപ്ലക്സ് ആക്കുന്നില്ല ആൻസർ. ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണ് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് റിയൽ റൂട്ട്സ് എന്ന് പറയുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫുൾ ഓൺ സെഗ്മെൻറ്റ്സിനെ നമ്മൾ പ്രോഗ്രാം ആക്കി മാറ്റുവാണ്. പ്രോഗ്രാം ആക്കി മാറ്റുമ്പോഴേക്കും എങ്ങനെ ഇത് എഴുതുന്നതെന്നുള്ളത് നോക്കാം. സോ നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്താണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പേരെന്താണ്? ഇമ്പോർട്ട് മാത്ത് നമ്മൾ കൊടുത്തു നമ്മുടെ പ്രോഗ്രാമിലേക്ക്. പിന്നെ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഏത് 3 വേരിയബിൾസ് എയും ബിയും സിയും നമ്മൾ യൂസറിൻ്റെ നിന്ന് വാങ്ങി വെച്ചു. എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ അറിയെങ്കിൽ നമുക്ക് D കമ്പ്യൂട്ട് ചെയ്യാം. D = b² - 4ac ആണ്. ഇവിടെ വേണമെങ്കിൽ എന്തായിരുന്നു? പവർ ഓഫ് b, 2 എന്ന് പറഞ്ഞ് എഴുതാം. അതൊന്നും അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുക വേണ്ട, ചുമ്മാ അതെങ്ങനെയാണ് പഠിച്ചു വെച്ചേക്കാം. ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യണം. ഡിയുടെ വാല്യൂ > 0 ആണെങ്കിൽ 2 റൂട്ട്സ് ഉണ്ട്, R1 ഉം R2.
അല്ലെങ്കിൽ √1 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് -b പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് d/2a √2 -b മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് d/2a ആണ്. ആ രണ്ട് വാല്യൂസിനെ ജസ്റ്റ് സിംപ്ലി പ്രിൻറ്റ് ചെയ്ത് കാണിച്ചേക്കുന്നു. √1 എന്നും √2 ഇഷ്ടമുള്ള രീതി എഴുതാം കേട്ടോ. എന്നിട്ട് ഇഫ് d = 0 ആണെങ്കിൽ നമ്മൾ പറയുവാണ് നമ്മുടെ ഒരു റൂട്ട് വാല്യൂ ആണുള്ളത്, ആ റൂട്ട് =-b/2a ആണ്. എന്നിട്ട് ആ റൂട്ടിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഇനി വേറൊരു വാല്യൂ, ദാറ്റ് ഈസ് ഡിയുടെ വാല്യൂ <0 എന്നുള്ള കണ്ടീഷനാണ് ഇവിടെ ആര് ലീഡ് ചെയ്യുന്നത്, എൽസ് നമുക്കിവിടെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ നോ റിയൽ റൂട്ട്സ് എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാം. ഓക്കെ, ഇനി പൈത്തൺ കോഡ് വെച്ചിട്ട് നമുക്കൊരു ഗിവൺ നമ്പർ ഓഡാണ് ഇവനാണെന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ എഴുതും, പൈത്തൺ കോഡ് നമുക്കറിയാം ഓൾറെഡി, യൂസിങ് ഫംഗ്ഷനാണ്. ഓക്കെ, ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ യൂസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫംഗ്ഷൻ അങ്ങ് എഴുതി വെക്കുക. അതായത് എന്താണോ ചെയ്യാനുള്ളത് അതങ്ങ് എഴുതി വെക്കുക. അത് നമ്മൾ ആദ്യം നോക്കിക്കേ, നമ്പർ എടുക്കുന്ന പോർഷൻ ഒഴികെ, അതായത് നമുക്ക് വേണ്ട ഇൻപുട്ട് കൊടുക്കുന്നത് ഒഴികെ ആ ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ആ പോർഷൻ തൊട്ടാണ് നമ്മൾ ശരിക്കും ഫംഗ്ഷനകത്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു നമ്പർ ഉണ്ടെന്നുള്ള അസംഷനിൽ നമുക്ക് എഴുതാം. നമ്പർ എന്നിലായിരിക്കുന്നെങ്കിൽ n, നമ്പർ ഓടാണ് ഇവരാണെന്നല്ലേ ചെക്ക് ചെയ്യേണ്ടത്, n mod 2 = 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രിൻറ്റ് എന്ത് പറയാം, നമ്മൾ ഈവൻ എന്ന് പറയും. ഓക്കെ, അല്ല എങ്കിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, എൽസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യും, എന്ത് പ്രിൻറ്റ് ചെയ്യും, പ്രിൻറ്റ് ഓടെന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, പ്രിൻറ്റ് ഓടെന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതല്ലേ നമ്മൾ ചെയ്യുക, ഇത് നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും ഒരു ഫംഗ്ഷനെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു പ്രോസസ്സിനകത്തേക്ക് നമ്മൾ ഫംഗ്ഷനെ കൊണ്ടുവരാൻ പോവുക. ഫംഗ്ഷനെ കൊണ്ടുവരുമ്പോഴേക്ക് എന്താ ചെയ്യേണ്ടത്, ഫംഗ്ഷൻ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഇതെല്ലാം ഫംഗ്ഷനകത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ കുറച്ച് നീക്കി എഴുതി, ഡെഫ് എന്നാണ് ഫംഗ്ഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫംഗ്ഷനൊരു പേര് കൊടുക്കുക. ഞാൻ ചുമ്മാ ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് FN എന്ന് വിളിച്ചു, ഇഷ്ടമുള്ള പേര് വിളിക്കാമേ. ഈ ഫംഗ്ഷനകത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യുമ്പോൾ നമ്മളുടെ എന്നിനെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ n എന്നുള്ള വാല്യൂ നമുക്ക് ഈ ഫംഗ്ഷനിൽ കൊണ്ടുവരുന്നതായിട്ട് അസ്യൂം ചെയ്യാം. സോ നോക്കിക്കേ, ഇവിടുത്തെ ഫംഗ്ഷൻ്റെ പേരെന്താണ്, FN എന്നാണ്. ഇവിടുത്തെ പാരാമീറ്ററിൻ്റെ പേരെന്താണ്, n എന്നാണ്. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ സെഷനാണെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തു, ഡെഫ് ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്ററിൻ്റെ പേര് കൊടുക്കുക, കോളം കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫംഗ്ഷനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും എന്താ ചെയ്തത്, ഫംഗ്ഷനകത്ത് ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അങ്ങ് അതിൻ്റെ മണ്ടയിൽ എഴുതി കൊടുത്തു. ആ പ്രോഗ്രാമിന്, അതായത് ആ ഫംഗ്ഷൻ്റെ കോർ പോർഷനിൽ, ബോഡി ഓഫ് ദ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ റിസീവ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മുടെ കയ്യിൽ വേണ്ട എന്താ, n എന്നുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, n = ഇൻറ്റ് ഓഫ് എന്ത് കൊടുക്കാം, ഇൻപുട്ട് ഓഫ് നമ്പർ റിസീവ് ചെയ്യാം, എൻ്റർ n. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, n ഇവിടെ വരും. ആ എന്നിനെയാണ് നമ്മൾ ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്, ഫംഗ്ഷൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ഒരേ ലെവലിലുള്ള ആൾക്കാരാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ്, ഫംഗ്ഷൻ്റെ പേര്, നമ്മൾ കൊടുത്തുവിടുന്ന വാല്യൂൻ്റെ പേരെന്താണ്, n. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഒരു നമ്പറിനെ നമ്മൾ റീഡ് ചെയ്തു, ആ നമ്പറിനെ നമ്മൾ ആർക്ക് കൊടുത്തു, ഫംഗ്ഷനിലേക്ക് കൊടുത്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഇതാണ് നമ്മൾ ഈ ഒരു സെക്ഷനെ വിളിക്കുന്ന പേരെന്താണ്, ഫംഗ്ഷൻ കോൾ. ഈ ഒരു ഫുൾ സെക്ഷനെ വിളിക്കുന്ന പേരെന്താണ്, ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇറ്റ് വിൽ ഇൻവോക്ക്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ആക്ടിവേറ്റ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ കോൾ, or it will give the control to the function. Okay, it will invoke the function. നമ്മുടെ ഈ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്, ഫംഗ്ഷൻ കോൾ വഴിയാണ്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും, ആദ്യം ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചു, അതിനുശേഷം നമ്മൾ ഒരു നമ്പറിനെ ഇൻപുട്ട് ചെയ്യും. സെന്നിൻ്റെ നമ്പർ നമ്മൾ 5 ആണെങ്കിൽ 5 എന്ന് പറഞ്ഞുള്ള വാല്യൂ നമ്മൾ ആരുടെ കയ്യിലേക്ക് കൊടുക്കും, ഫംഗ്ഷൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഇപ്പോൾ ഫംഗ്ഷനിലേക്ക് 5 എന്നുള്ള വാല്യൂ എത്തും. ഫംഗ്ഷൻ കോൾ കാണുന്ന ഉടനെ നേരെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മുടെ കൺട്രോൾ പോകും. അവിടെ ചെയ്യുന്നത് എന്താണ്, FN എന്നുള്ള ഫംഗ്ഷനകത്തേക്ക് 5 എന്നുള്ള വാല്യൂ ആയിട്ട് നമ്മൾ അകത്തേക്ക് കയറും. അവിടെ ചെയ്യുന്നത് എന്താണ്, 5 mod 2 = 0 ആണെന്ന് ചെക്ക് ചെയ്യും. ആണെങ്കിൽ എന്ത് പറയും, ഈവൻ എന്ന് പറയും. പക്ഷേ 5 mod 2 = 0 ആണോ, അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എൽസ് പോർഷൻ ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, ഓഡ് എന്നും പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇതേപോലെ നമ്മൾ പഠിച്ച ഏത് പ്രോഗ്രാമിനും എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിൻ്റെ കോർ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളങ്ങ് റൈറ്റപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ അതിൻ്റെ ഡെഫിനിഷൻ അങ്ങ് സെറ്റ് ചെയ്യുക. ഡെഫ് ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് വേരിയബിൾ, യൂസർ തരുന്ന ഇൻപുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ബേസിക് ഡേറ്റ ആയിരിക്കാം. അതിനെ നമ്മുടെ ഫംഗ്ഷൻ്റെ പാരാമീറ്റർ ആയിട്ടങ്ങ് സെറ്റ് ചെയ്യുക. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട്, ആ ഡെഫിനിഷൻ ഫംഗ്ഷൻ്റെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വേരിയബിളിലേക്ക് റിസീവ് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് ആ വേരിയബിളിനെ വെച്ചുകൊണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുക. ഇത് നമ്മുടെ
ഡിപ്പെൻസ്, നമ്മുടെ പ്രോഗ്രാമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വേറൊരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് വേണമെങ്കിൽ ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാം. 2 നമ്പേഴ്സിനെ എനിക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നമുക്കിവിടെ എഴുതാം. സം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. സോ സം ഇസ് ഈക്വൽ ടു a + b. ഇതാണ് നമ്മുടെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റും ചെയ്യണം. സോ പ്രിൻറ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്, സമ്മിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് ആക്ച്വലി ഫംഗ്ഷനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ച്വൽ ചെയ്യാനുള്ള പോർഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ അകത്താക്കി മാറ്റുക. സോ ഫംഗ്ഷന് പേര് കൊടുക്കുക, ഡെഫിനിഷൻ കൊടുക്കുക, ഫംഗ്ഷനൊരു പേര് കൊടുക്കുക. ഇവിടെ ഓൾറെഡി സം എന്നുള്ള വേരിയബിൾ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്, ഈ 2 വാല്യൂസും ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ പേര് ഇനി ഒരിക്കലും എന്തെന്ന് കൊടുത്തുവിടാം, സം എന്ന് കൊടുത്തുവിടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, യെസ് എന്ന് പറഞ്ഞു കൊടുത്തു ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, ചുമ്മാ SU എന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ SU എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഈ ഫംഗ്ഷനിൽ നമ്മൾ ആരെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എയും ബിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, a, b എന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാവേ. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഫംഗ്ഷനിലേക്ക് 2 വേരിയബിൾസ് വരും. അതാരൊക്കെയാണ്, എയും ബിയും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ 2 വേരിയബിൾസിൻ്റെ സം കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളത് പ്രിൻറ്റ് ചെയ്തു. ഇത്രയാണ് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഡ്യൂട്ടി. ഇനി നമുക്ക് എന്ത് വേണം, എയുടെയും ബിയുടെയും വാല്യൂ വേണം. ആ കാര്യങ്ങളൊക്കെ എവിടെ കിട്ടുന്നത്, നമ്മുടെ മെയിൻ പ്രോഗ്രാമിനകത്താണ്, ഫംഗ്ഷനകത്തല്ല, പുറത്തുള്ള സെഷനകത്ത്. അപ്പോൾ നമ്മൾ ഡെഫിൻ്റെ നേരെ നമ്മുടെ ആക്ച്വൽ പ്രോഗ്രാമിൻ്റെ കോഡ് എഴുതുക. നമുക്ക് ആരെയൊക്കെ വേണം, എയും വേണം, ബിയും വേണം. എ ആരാ തരുന്നത്, യൂസറാണ് തരുന്നത്. എന്ത് ഡേറ്റയാണ്, ഇൻറ്റീജറാണ്. സോ അപ്പോൾ എന്ത് എഴുതി, ഇൻപുട്ട്, ഇൻറ്റ് ഓഫ് ഇൻപുട്ട് നമ്മൾ എന്ത് കൊടുക്കുക, എൻ്റർ ഫസ്റ്റ് നമ്പർ തരും. അപ്പോൾ അതവിടെ പോവും. ദെൻ ബി ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് എന്ത് കൊടുക്കുക, ഇൻപുട്ട് ഓഫ് എന്ത് കൊടുക്കുക, എൻ്റർ സെക്കൻഡ് നമ്പർ. അപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡ് നമ്പർ ഇൻപുട്ട് ചെയ്തു. അപ്പോൾ എയിലേക്കും ബിയിലേക്കും വാല്യൂ വന്നിട്ടുണ്ടല്ലോ. ഇനി ആ വാല്യൂവിനെ വേണം നമുക്ക് ആർക്ക് കൊടുക്കാൻ, ഫംഗ്ഷൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ. സോ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫംഗ്ഷൻ്റെ പേര് വിളിക്കുക. ഫംഗ്ഷൻ്റെ പേരെന്താണ്, SU. എന്താ ഫംഗ്ഷൻ്റെ പേര്, SU. എന്നിട്ട് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുത്തു വിടുന്ന ആരുടെ വാല്യൂസാണ്, എയുടെ വാല്യൂവും ബിയുടെ വാല്യൂവും. സോ SU ഓഫ് a, b. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ കോൾ കാണുമ്പോഴേക്കും നമ്മൾ നേരെ ഇതിനുള്ളിലേക്ക് ചെല്ലും. അവിടെ നമുക്ക് എന്ത് ചെയ്യും, എയിലുള്ള വാല്യൂം ബിയിലുള്ള വാല്യൂം, യൂസർ തന്നതാണ് എയിലും ബിയിലും ഇരിക്കുന്നത്, ഇങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ആ 2 വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് സമ്മിൽ കൊണ്ടുവയ്ക്കും. സമ്മിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു നോർമൽ പ്രോഗ്രാമിനെ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, സോ ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്, ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് വിൽ ഡിസ്ക്രൈബ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ എന്താണ് ആക്ച്വൽ ബോഡിയാണ്, അല്ലെങ്കിൽ ആക്ച്വൽ എക്സിക്യൂഷൻ പോർഷനാണ് ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് പറയുന്നത്. ആ ഫംഗ്ഷൻ ചെയ്യാനുള്ള ഡ്യൂട്ടി, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന ടാസ്കുകളായിരിക്കും എവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത്. സോ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓർ ദ ടാസ്ക് ടു ബി പെർഫോംഡ് ബൈ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളെയായിരിക്കും നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ വെയർ ദ ഫംഗ്ഷൻ ഈസ് ക്രിയേറ്റഡ് യൂസിങ് ഡെഫ് കീവേഡ്. ഓക്കെ, ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെഫ് എന്നുള്ള കീവേഡ് വേണം യൂസ് ചെയ്യാൻ. നോക്ക്, ഇവിടെ നമ്മൾ ഡെഫ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡെഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് യൂസ് ചെയ്യുന്നൊരു കീവേഡ് എന്താണ്, ഡെഫ് എന്നുള്ള കീവേഡ് ആയിരിക്കും. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫംഗ്ഷൻ വിൽ ബി ഇൻവോക്ഡ് ടു എക്സിക്യൂട്ട്, അല്ലെങ്കിൽ ഫംഗ്ഷൻ വിൽ ബി കോൾഡ്. ബേസ്ഡ് ഓൺ ദാറ്റ് ദ ഫംഗ്ഷൻ വിൽ കം ഇൻ ടു ആക്ഷൻ. ആ ഫംഗ്ഷൻ ഇവിടെ ആക്റ്റീവ് ആവുന്നത് എപ്പോഴായിരിക്കും, ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുമ്പോഴായിരിക്കും. ഓക്കെ, മോഡുലാർ പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പൈത്തണിലെ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആക്ച്വൽ എക്സിക്യൂഷനെ കട്ട് ഷോർട്ട് ചെയ്യുക. ഓക്കെ, എപ്പോഴാണ് നമ്മളൊരു ലോജിക്കൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം, ഏത് എക്സ്പ്രഷനാണ്, ലോജിക്കൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം. ഓക്കെ, ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം അതിൽ ചില സ്റ്റെപ്പുകളെ നമ്മൾ എന്ത് ചെയ്യുവാണ്, അവോയ്ഡ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുവാണ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനാണ് അതെന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ മീൻസ് പൈത്തൺ സ്റ്റോപ്സ് ഇവാലുവേറ്റിംഗ് ലോജിക്കൽ എക്സ്പ്രഷൻസ് വൺസ് ദ റിസൾട്ട് ഈസ് നൗൺ. അതായത് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ഒരു പോർഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കി ചെയ്തില്ലെങ്കിലും എന്തായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻഡ് എന്നുള്ള ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ആൻഡ് യൂസ് ചെയ്യുവാണ്. ആൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ, ആൻഡിൽ ലെഫ്റ്റിലുള്ള വാല്യൂം റൈറ്റിലുള്ള വാല്യൂം ട്രൂ ആണെങ്കിൽ മാത്രമേ ആൻഡിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ എന്തായിട്ട് കിട്ടത്തുള്ളൂ, ട്രൂ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇവരിൽ ആരെങ്കിലും ഒരാൾ ഫോൾസ് ആവുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരാൾ ഫോൾസ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആൻഡിൻ്റെ കേസിൽ ഫസ്റ്റ് ലെഫ്റ്റ് പോർഷൻ ഫോൾസ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആൻസർ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 3 > 12.
ആൻഡ് 5 <15 ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ ഒരു ആൻഡ് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ മതി. ഫസ്റ്റ് ഹാഫ് പറയുന്നത് എന്താണ്? 3 <12 ആണോ എന്ന് നോക്കും. 3 <12 ആണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ ഇവാലുവേറ്റ്സ് ടു ഫോൾസ്. അപ്പോൾ അതിനുശേഷം ഒരു ആൻഡ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഈ കണ്ടീഷൻ ട്രൂ ആയിക്കോട്ടെ ഫോൾസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ആൻസർ ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലേ? അതായത് ഇങ്ങനെ വരുന്ന കോണ്ടക്സ്റ്റുകളിൽ നമ്മൾ ആ ഫുൾ ഓൺ ലോജിക്കൽ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്ത് സൊല്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പൈത്തൺ എന്ത് ചെയ്യും? ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ പൈത്തൺ എന്ത് ചെയ്യും? ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ദ ആൻസർ വിൽ ബി ഫോൾസ്. ഓക്കെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷൻ. ഒന്നുകൂടെ വായിക്കാം. Short circuit evaluation means Python stops evaluating logical expressions once the result is known. നമ്മുടെ റിസൾട്ട് അറിയാമെങ്കിൽ ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷൻസിനെ എന്ത് ചെയ്യത്തില്ല? കംപ്ലീറ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഇവാലുവേഷനായിട്ട് പറഞ്ഞേക്കുന്നത്. ഇത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ 3 <12 ആദ്യം ഒരു ഫോൾസ് കണ്ടീഷൻ ആൻഡ് അതിന് ശേഷം ഒരു ട്രൂ ഓ ഫോൾസോ 5 <15 കൊടുത്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു എക്സ്പ്രഷൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ആൻസർ ഫോൾസ് ആയിരിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള കൺക്ലൂഷൻ എത്തുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഗിവൺ നമ്പർ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ദെൻ ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് n നമ്പേഴ്സ്, അതും ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് യൂസ്ഡ് ഇൻ പൈത്തൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽഫ് കണ്ടൈൻഡ് ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂളാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സെൽഫ് കണ്ടൈൻഡ് ബ്ലോക്കിനെയാണ് നമ്മൾ കണ്ടൈൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് സെൽഫ് കണ്ടൈൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ഫംഗ്ഷൻ. ഓക്കെ, ഒരു സെൽഫ് കണ്ടെയ്ൻഡ് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റാണ് യൂഷ്വലി നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫംഗ്ഷന് ഡെഫിനിഷൻ ഉണ്ട്, ഫംഗ്ഷന് കോൾ ഉണ്ട്, ആ കാര്യങ്ങളും പിന്നെ ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ഫംഗ്ഷൻ നെയിം വെച്ചിട്ടാണ് കോൾ ചെയ്യുന്നത്. ആ ഡിസ്ക്രിപ്ഷൻസ് മാത്രം കൊടുത്താൽ മതി. നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ അതിനെപ്പറ്റി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, പിന്നെ സം ഓഫ് ഓൾ ഇവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100. ഓക്കെ, ഇവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100-നകത്തുള്ള എല്ലാ ഇവൻ നമ്പേഴ്സിനെ സം കണ്ടുപിടിക്കാവുന്ന പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ 3 വേരിയൻസ് ഓഫ് ഫോർ ലൂപ്പ് വിത്ത് സിൻടാക്സ്, ഇത് നമ്മുടെ സ്യൂഡോ കോഡ് വരുന്നത് കേട്ടോ. ഇത് സ്യൂഡോ പോർഷനിലാണ്. ഇത് പൈത്തണിനകത്ത് നമുക്ക് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ ലൂപ്പിന്. പിന്നെ നേരത്തെ പോലെ തന്നെ പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോളോയിങ് കോഡ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഫോർ ഐ ഇൻ റേഞ്ച് അത് നമ്മൾ ചെയ്തതാണ്. 2 ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ ഇതും ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് 1 to 10 വരെ വേണം. അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. സോ ഐയിലേക്ക് വരുന്ന നമ്മുടെ ഇവിടുത്തെ കൗണ്ടിങ് വേരിയബിളിൻ്റെ പേരെന്താണ്? കൗണ്ട് എന്നാണ്. സോ കൗണ്ടിലേക്ക് വരുന്ന ആദ്യത്തെ വാല്യൂ എന്തുമായിരിക്കും? 1 ആയിരിക്കും. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. സോ അപ്ഡേറ്റ് ചെയ്യുന്ന എത്ര വാല്യൂ വെച്ചിട്ടായിരിക്കും? 3 വെച്ചിട്ടായിരിക്കും. സോ 1 + 3 നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. എഗെയിൻ +3 ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തായി മാറും? 7 ആയി മാറും. പിന്നെ +3 ചെയ്യുമ്പോഴേക്കും അത് എന്തായി മാറും? 10 ആയി മാറും. പക്ഷേ റേഞ്ച് ആയതുകൊണ്ട് 10 വരെ പോകാൻ പാടില്ല. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 4 7 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റേഞ്ച് 5 മുതൽ 0 വരെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിഗിൻ ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? 5 വെച്ചിട്ടാണ്. ഇവിടുത്തെ സ്റ്റെപ്പ് കൗണ്ട് എത്രയാണ്? -1 ആണ്. 1 വീതം കുറയണം. അപ്പോൾ എന്താണ്? 5 4 3 2 1. 0 വരെ പോവോ? ഇല്ല. 0യ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വാല്യൂ വരെ പോകണം. ഓക്കെ, അടുത്തത് 2 3 1 അല്ലേ? അപ്പോൾ ഇവിടെ ആകെ ഒരൊറ്റ ഓപ്പറേറ്ററേ ഉള്ളൂ. അതെന്താണ്? ഡബിൾ സ്റ്റാർ ആണ്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റിവിറ്റി നോക്കുക. റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അപ്പോൾ ആദ്യത്തേത് ആദ്യം ചെയ്യണം. സോ ഫസ്റ്റ് ഡബിൾ സ്റ്റാറിൻ്റെ സെക്ഷൻ എടുക്കും. 3 1 ആണ്. അപ്പോൾ ആദ്യത്തെ വാല്യൂ ബേസും രണ്ടാമത്തെ വാല്യൂ എക്സ്പോണൻറ്റും ആവും. സോ 3 1 എന്നാണ് ഇതിൻ്റെ മീനിങ്. സോ 3 1 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 3 തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ലെഫ്റ്റിലത്തെ ഓപ്പറേറ്റർ എടുക്കും. സോ ലെഫ്റ്റിലത്തെ ഓപ്പറേറ്റർ കണക്ട് ചെയ്യുന്നത് ആരെയാണ്? 2 സ്റ്റാർ ഇപ്പോൾ കിട്ടിയ ആൻസർ ആയിട്ടുള്ള 3യും. അപ്പോൾ എന്താണ് 2 * 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ ബേസും സെക്കൻഡ് വാല്യൂ എക്സ്പോണൻറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? 2 * 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് ആൻസർ? 2³ അല്ലെങ്കിൽ 8 അല്ലേ? പിന്നെ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാനുള്ള ഇക്വേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചോണം. ഫ്രം ദ യൂസർ ആൻഡ് ഫൈൻഡ്സ് ഒരു നമ്പറിനെ എഴുതി അതിൻ്റെ ഫാക്ടോറിയൽ യൂസിങ് വൈ ലൂപ്പ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. ഗിവൺ നമ്പർ ആംസ്ട്രോങ് നമ്പർ പറഞ്ഞിട്ടില്ല. പിന്നെ ടൈപ്പ് ഓഫ് കൺസെപ്റ്റ്സ് ഇൻ പൈത്തൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്കസ് അബൌട്ട് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ്സ് ഇൻ പൈത്തൺ. ഒരു പൈത്തൺ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ പൈത്തൺ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി നമ്മളൊരു പൈത്തൺ കോഡ് എഴുതുന്ന സമയത്ത് സാധാരണ നമ്മൾ i = 1 ദെൻ പ്രിൻറ്റ് i
എന്ന് പറഞ്ഞ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്തേക്കുന്നത്, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് തൊട്ട് താഴെ അടുത്ത സ്റ്റെപ്പ്, എന്നിട്ട് സെറ്റ് i ഈസ് ഈക്വൽ ടു i+1 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. ഇങ്ങനെ ചുമ്മാ നമ്മളിങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരെന്താണ്, സീക്വൻഷ്യൽ എന്ന് വിളിക്കും. അതായത് ഒരു സ്റ്റെപ്പിന് ശേഷം അടുത്ത സ്റ്റെപ്പ്, അതിന് വിളിക്കുന്ന പേരെന്താണ്, സീക്വൻഷ്യൽ കൺസ്ട്രക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സീക്വൻഷ്യാലിറ്റി, ഒരു സീക്വൻഷ്യൽ മാനറിൽ നമുക്ക് പ്രോഗ്രാം റൈറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച എന്തായിരുന്നു, ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്സ് ഉണ്ട്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് ആരൊക്കെ വരും, ഇഫ് വരും, ഇഫ് എൽസ് വരും, ഇഫ് എൽ ഇഫ് വരും. ഓർമ്മയുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കൺസ്ട്രക്ട്സ് ആണ് ഇതിനകത്ത് വരുന്നത്, സെലക്ഷൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്സിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് കൺസെപ്റ്റ്സ്. പൈത്തണിൽ എത്ര ലൂപ്പ് ഉണ്ട്? പൈത്തണിലാകെ 2 ലൂപ്പേ ഉള്ളൂ. ലൂപ്പ്സ് ഇൻ പൈത്തൺ ആരൊക്കെയാണ്? 4 ലൂപ്പും ഉണ്ട്, വൈൽ ലൂപ്പും ഉണ്ട്. പൈത്തണിലാണ് പറയുന്നത്. സ്യൂഡോയിലാണെങ്കിൽ 3 കൺസ്ട്രക്ട്, അതായത് 4 വൈൽ റിപ്പീറ്റ് ആൻഡിലുണ്ട്. അതേസമയം നോർമലി ഉള്ള ലൂപ്പിംഗ് കൺസെപ്റ്റ്സ് പൈത്തണിനകത്ത് വരുന്ന ആരൊക്കെയാണ്? 4ഉം വൈലും മാത്രമേ ഉള്ളൂ. ഇനി സീക്വൻഷ്യൽ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ആഫ്റ്റർ അനദർ ആയിട്ടായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതാണ് നോർമലായിട്ട് പൈത്തൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു സീക്വൻഷ്യലി വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം, ഒരു കൊച്ചു പ്രോഗ്രാം എഴുതി കാണിക്കുക. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനകത്ത് നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ഉണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും 2-3 എക്സാമ്പിൾസ്, ഓരോന്നിനും ഓരോ കാറ്റഗറിയിലുള്ള എക്സാമ്പിൾസ് എഴുതി കാണിക്കുക. അതേപോലെ തന്നെ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോഴേക്കും അവിടെ നമുക്ക് വൈലും ഉണ്ട്, 4ഉം ഉണ്ട്. വൈലിനും 4നും ഓരോ എക്സാമ്പിൾ എഴുതി കാണിക്കുക. ഓക്കെ, ദെൻ കോൺട്രാക്റ്റ് ഇക്വേഷൻ്റെ റൂട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ പൈത്തൺ. ഓക്കെ, ടൈപ്പ് ഓഫ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ദെൻ സം ആൻഡ് ആവറേജ്, അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്പർ, ഓഡ് ഓർ ഇവൻ. ദെൻ ഒരു ഇയർ ലീപ്പ് ഇയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, വീഡിയോയ്ക്കകത്തുണ്ട്. നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് വീഡിയോയ്ക്കകത്തുണ്ട്. പിന്നെ പൈത്തൺ കോഡ് ടു ഇൻപുട്ട് 5 നമ്പേഴ്സ്, അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തുകൂടെ. 5 നമ്പറിന് ഇൻപുട്ട് ചെയ്തിട്ട് അതിന് സം ആൻഡ് ആവറേജ് കണ്ടുപിടിക്കണം. അത് ഓൾറെഡി നമ്മൾ ഇൻപുട്ട് ചെയ്ത കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ തവണ ഇൻപുട്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ സം കണ്ടുപിടിക്കുക, എന്നിട്ട് ആ സം ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, ഒരു ലൈബ്രറി മാനേജ്മെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, LMSൽ യൂസ് ചെയ്യുന്ന സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈബ്രറിയിൽ നമ്മൾ ബുക്സ് സ്റ്റോർ ചെയ്യുവാണ്. ആ ബുക്സ് ഇപ്പം ബുക്ക് 1 ബുക്ക് 2 എന്നുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പല ടൈപ്പ് ഓഫ് ബുക്സ് ഉണ്ട്. അപ്പോൾ ആ ബുക്കിൻ്റെ പേരുകൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സിമ്പിൾ കളക്ഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരു ബുക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞാൽ എന്താണ്, ബുക്കിനൊരു ടൈറ്റിൽ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ഓതർ ഉണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ ബുക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കാം, അതിൻ്റെ വോളിയം വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. അങ്ങനെ സ്പെസിഫിക് ഒരു ബുക്കിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, അങ്ങനെ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിക്ഷണറി യൂസ് ചെയ്യാം. ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും. ഇവിടുത്തെ ടൈറ്റിലാണ് ഇവിടുത്തെ കീ എന്ന് പറയുന്നത്. ദെൻ പൈത്തൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ കീയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. അതേപോലെ ഓതറാണ് ഇവിടുത്തെ കീ, ജോൺ ആണ് ഇവിടുത്തെ വാല്യൂ, അവൈലബിൾ ആണ് ഇവിടുത്തെ കീ, ട്രൂ ആണ് ഇവിടുത്തെ വാല്യൂ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, കീയെയും വാല്യൂവിനെയും തമ്മിൽ നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, ഒരു കോളൻ വെച്ചിട്ടായിരിക്കും കീയെയും വാല്യൂവിനെയും തമ്മിൽ നമ്മളെപ്പോഴും കണക്ട് ചെയ്യുക, അല്ലേ. ഇനി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പോലെ തന്നെ നമുക്ക് കുറച്ച് ബുക്കുണ്ട്, ബുക്കിൻ്റെ ടൈറ്റിലൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രിങ്ങിനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഡേറ്റ കളക്ഷൻ ഉണ്ട്, പക്ഷേ അതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് ഒരു ഇൻഫർമേഷനെ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈബ്രറിയിലുള്ള യൂസർ ID അത് നമുക്ക് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 101 ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല, 102 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പേർക്ക് ഒരേപോലത്തെ ID വരാനും പാടില്ല. അപ്പം ഇങ്ങനത്തുള്ള മീൻസ് യുണീക്കായിട്ടുള്ള ഡേറ്റ, ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഡേറ്റയൊക്കെ നമുക്ക് എവിടെ സ്റ്റോർ ചെയ്യാം, ഈ ഒരു ട്യൂപ്പിളിൽ സ്റ്റോർ ചെയ്യാം. സെറ്റ് എടുക്കാമല്ലോ, സെറ്റിനകത്ത് വേണമെങ്കിൽ എന്താ ചെയ്യുന്നത്, ഇപ്പം ലൈബ്രറിയിലെ ആക്സസ് നമ്പർ അല്ലേ, ഇപ്പോൾ ആക്സസ് നമ്പർ ഇപ്പം ഞാൻ പറയുവാണ് A101 ആണ് എൻ്റെ ആക്സസ് നമ്പർ. ആ ആക്സസ് നമ്പർ വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് നോ റെപ്പറ്റീഷൻ ആണെങ്കിൽ നമ്മൾ ആരെ യൂസ് ചെയ്യും, സെറ്റിനെ യൂസ് ചെയ്യും. ഓക്കെ, A102 ഇനി നമുക്ക് കുറച്ച് ആക്സസ് കോഡുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സസ് നമ്പറുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, സെറ്റിനകത്ത് കൊടുക്കാം. അപ്പോൾ ഓരോ സ്ട്രക്ചറും യൂസ് ചെയ്യുമ്പോഴേക്കും അതിന് പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കുറേ ഡേറ്റ, ഒരു കളക്ഷനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് യൂസ് ചെയ്യാം. ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു പെയറായിട്ട് വാല്യൂനെ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഡിക്ഷണറി യൂസ് ചെയ്യാം. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ക്യാരക്ടേഴ്സ്, ഇപ്പോൾ നമ്മുടെ പേരുകൾ, ലൈബ്രറിക്കകത്തുള്ള ഓതർ ലിസ്റ്റ്, അതൊക്കെ നമുക്ക് സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്യാം. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യും,
ആ ഇൻഫർമേഷനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷനെ നമ്മൾ ട്യൂപ്പിളായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യും. പിന്നെ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കളക്ഷൻ ആയിരിക്കും. ആ സെറ്റിനകത്ത് എന്ത് പറ്റത്തില്ല, റെപ്പറ്റീഷൻ ഒന്നും ഉണ്ടാവാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് വിളിക്കുന്നത് അല്ലേ. പിന്നെയും കൺസെപ്റ്റ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ഒരു സ്നിപ്പറ്റ് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐറ്റമാണ് ഇവിടുത്തെ ഡേറ്റ. ഈ ഐറ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഐറ്റം ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ്, ലിസ്റ്റ് ആണോ, ട്യൂപ്പിളാണോ, സ്ട്രിങ് ആണോ, ഡിക്ഷണറി ആണോ. ഓക്കെ, ഐറ്റം ഉറപ്പായിട്ടും എന്താണ്, ഒരു ഡിക്ഷണറിയാണ്. ഡിക്ഷണറി എന്ന് പറയാനുള്ള കാര്യം എന്താണ്, ഡിക്ഷണറി എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, കേളി ബ്രാക്കറ്റിലാണ്. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ പേരെന്താണ്, എക്സ്. അതിനുശേഷം ഒരു കോളൻ ഇട്ടിട്ടാണ് അതിൻ്റെ വാല്യൂസ് അല്ലേ 10, 20 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടുത്തെ കീ ആരാണ്, എക്സ് ആണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്തുള്ള ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, 10ഉം 20ഉം. ഓക്കെ ആണോ. ഇനി ഈ ഡിക്ഷണറിക്കകത്തുള്ള രണ്ടാമത്തെ എലമെൻ്റ് ആണ് വൈ എന്ന് പറയുന്നത്. ആ വൈക്ക് രണ്ട് എന്തുണ്ട്, മീൻസ് ഒരു ലിസ്റ്റ് ഓഫ് എന്താ പറയുന്നത്, ഒരു കളക്ഷൻ ഉണ്ട്. അതെന്താണ് 30, 40 എന്നുള്ളൊരു ട്യൂപ്പിളാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇതിനകത്ത് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എന്താണ്, ഐറ്റം ഓഫ് എക്സ്. ഐറ്റം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഡിക്ഷണറിയുടെ ഡേറ്റ ഐറ്റത്തിനെ അല്ലെങ്കിൽ വാല്യൂസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യണം, അതിൻ്റെ കീയെ പിക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ഡിക്ഷണറിയുടെ പേരെന്താണ്, ഐറ്റം എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അതിനകത്തു നിന്നുള്ള ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, അതിൻ്റെ കീ ആയിരിക്കും. ഓക്കെ, സോ ഐറ്റം ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയായിരിക്കും, 10ഉം 20ഉം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 10നെ മാത്രം വേണമെങ്കിൽ ഐറ്റം ഓഫ് എക്സിൻ്റെ ആദ്യത്തെ ഡേറ്റ 0th എലമെൻ്റാണ് 10, ഐറ്റം ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് എലമെൻ്റാണ് 20. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സബ് ഇൻഡെക്സ് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, കീയുടെ ബേസിസിലുള്ള മെയിൻ ഇൻഡെക്സ്, അതേപോലെ തന്നെ വാല്യൂവിൻ്റെ പൊസിഷനിലുള്ള സബ് ഇൻഡെക്സ്. അപ്പം എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ, ഐറ്റം ഓഫ് എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ഐറ്റം. വാട്ട് ഈസ് ദാറ്റ്, 10. ഐറ്റം ഓഫ് നെക്സ്റ്റ് എഴുതുവാണ് ഐറ്റം എക്സ് അല്ലേ, എക്സിനകത്തുള്ള രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഐറ്റം ഓഫ് 1. ഓക്കെ, ഐറ്റം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാമത്തിരിക്കുന്ന ആരാണ്, 20. സോ 20 വിൽ ബി ആക്സസ്ഡ്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്, ഐറ്റം ഓഫ് എക്സ് ഓഫ് 1. ഐറ്റം ഓഫ് എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ആര് വരും, 20 വരും. ദെൻ ഐറ്റം ഓഫ് വൈ ഓഫ് 0. വൈ ഓഫ് 0ക്കകത്ത് വരുന്ന ആരാണ്, 30. സോ 20 + 30 നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, 50. മനസ്സിലാവുന്നുണ്ടോ. പിന്നെ എക്സ്പ്ലെയിൻ വേരിയബിൾ സ്കോപ്പ് ഇൻ ഫംഗ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഫംഗ്ഷനകത്തുള്ള വേരിയബിളിനെ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. ഏതൊക്കെയുള്ളത്, ലോക്കൽ വേരിയബിൾസും ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾസും ഉണ്ട്. അപ്പം ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് മീൻസ് എന്താണ്, വെൻ ആൻഡ് വെയർ ടു യൂസ്. ഒരു വേരിയബിളിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ നമുക്ക് എവിടെ, വെൻ ആൻഡ് വെയർ ടു യൂസ് എ വേരിയബിൾ, വെൻ ആൻഡ് വെയർ ടു യൂസ് എ വേരിയബിൾ, അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് ഓഫ് എ വേരിയബിൾ, ലൈഫ് ഓഫ് എ വേരിയബിൾ. ഓക്കെ, ഒരു വേരിയബിൾ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, എപ്പോഴത് എക്സ്പയർ ആകും എന്നുള്ള കാര്യമാണ് സ്കോപ്പ് ഓഫ് എ വേരിയബിൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിൽ നമുക്ക് രണ്ട് വേരിയബിൾസ് ആണുള്ളത്, ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും. ആ പേരിൽ തന്നെയുണ്ട്. ഫംഗ്ഷന് പുറത്തെഴുതുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്, ഗ്ലോബൽ വേരിയബിൾ എന്ന് വിളിക്കും. ഫംഗ്ഷനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന വേരിയബിളിനെ വിളിക്കുന്ന പേരെന്താണ്, ലോക്കൽ വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നം എന്നുള്ള വേരിയബിൾ എന്താണ്, ഫംഗ്ഷന് മുന്നേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ദിസ് വിൽ ബി കോൾഡ് ആസ് ഗ്ലോബൽ വേരിയബിൾ. ഓക്കെ, NX എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഫംഗ്ഷനകത്ത് വന്നിട്ടുള്ള വേരിയബിളാണ്. അതുകൊണ്ട് ഇതിന് വിളിക്കുന്ന പേരെന്താണ്, ലോക്കൽ വേരിയബിൾ എന്ന് വിളിക്കും. ഇങ്ങനെ എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ, ഞാൻ ചുമ്മാ വിളിക്കാം, A = 10. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡെഫ് ഫംഗ്ഷൻ്റെ പേര് കൊടുത്തു. ആ ഫംഗ്ഷനകത്ത് നമുക്കിവിടെ പാരന്തസിസിനകത്ത് വാല്യൂ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷനകത്ത് ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, B = 5 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, പ്രിൻറ്റ് ചെയ്യുവാണ്. ഇവിടെ ആരുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുവാണ്, എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഈ എഴുതുന്നത് ഫംഗ്ഷനകത്താണ് എഴുതി കൊടുക്കാനുള്ളത്, തെറ്റിക്കരുത്. ഈ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ തന്നെ ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ പ്രിൻറ്റ് ബി. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് നിന്ന് എയുടെ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എ എന്താണെന്ന് അറിയണം. അപ്പോൾ നോക്കിക്കേ, ഈ ഫംഗ്ഷന് പുറത്താണ് ആര് കിടക്കുന്നത്, എ. അപ്പോൾ ഈ എ നമ്മുടെ ഫംഗ്ഷനായിട്ടുള്ള FN എന്നുള്ള ഫംഗ്ഷനെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ഈ ഫംഗ്ഷന് പുറത്ത് കിടക്കുന്ന വേരിയബിളാണ്. പക്ഷേ ഫംഗ്ഷന് പുറത്ത് കിടക്കുന്ന വേരിയബിളിനെ നമ്മൾ എന്താ ആക്സസ് കൊടുത്തേക്കുന്നത്, ഗ്ലോബൽ വേരിയബിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ ഒരു വേരിയബിളിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് ആൻസർ കിട്ടും. എയുടെ കണ്ടന്റ് എന്താണോ അത് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ,
ഇനി പ്രിൻറ്റ് ബി എന്ന് പറയുക. നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് പ്രിൻറ്റ് ബി എന്ന് പറയുന്നത്? ഈ ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഫംഗ്ഷൻ അകത്ത് തന്നെ ഉള്ള ഒരു മെമ്പറാണ് ആരെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ബിയുടെ വാല്യൂവിനെ പറ്റി ഉറപ്പായിട്ടും ആർക്കറിയാം? എഫ് എൻ എന്നുള്ള ഫംഗ്ഷൻ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് തരും. ഓക്കെ ആണോ? അപ്പോൾ ഇത് ഒരു ഗ്ലോബൽ വേരിയബിളിനെയും ഒരു ലോക്കൽ വേരിയബിളിനെയും യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. സപ്പോസ് നമ്മുടെ ഇപ്പോൾ ഇതൊരു ഫംഗ്ഷനേ ഉള്ളൂ, എൻ്റെ കയ്യിൽ വേറൊരു ഫംഗ്ഷനും ഈ സെയിം പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. സോ ഡെഫ് FN2 എന്നാണ് ഫംഗ്ഷൻ്റെ പേരെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ പറയുവാണ്, എന്ത് പറയുക? പ്രിൻറ്റ് എ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുവാണ് പ്രിൻറ്റ് ബി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം പ്രിൻറ്റ് ആകുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനകത്തൂടെ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു വിളിച്ചു. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് ഒരു വേരിയബിളും ഇല്ല. നമ്മൾ കണ്ടില്ലേ, ഈ FN എന്നുള്ള ഫംഗ്ഷനകത്താണെങ്കിൽ ഒരു വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പേരെന്താ? ബി എന്നുണ്ട്. പക്ഷേ നമുക്ക് എയുടെ വാല്യൂം ആക്സസ് ചെയ്യാൻ പറ്റി, ബിയുടെ വാല്യൂം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. ഇനി FN2 എന്നുള്ള രണ്ടാമത്തെ ഫംഗ്ഷനിൽ കയറി നിൽക്കുക. അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്? പ്രിൻറ്റ് എ. പ്രിൻറ്റ് എ എന്ന് പറയുമ്പോഴേക്കും ഈ FN2 എന്നുള്ള ഫംഗ്ഷനകത്ത് എയും എന്താണെന്ന് അറിയത്തില്ല, ബിയും എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എയുടെ സ്കോപ്പ് നോക്കും. എ ഇപ്പോൾ എവിടെ എഴുതിയേക്കുന്നത്? ഗ്ലോബലായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ എല്ലാം പുറത്താണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ വേരിയബിളിനെ ഉറപ്പായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? 10 ആയിരിക്കും. ഇനി ഞാൻ പ്രിൻറ്റ് ബി എന്ന് പറയുക. പ്രിൻറ്റ് ബി എന്ന് പറയുമ്പോഴേക്കും നോക്കിയേ, ബി എന്ന് പറയുന്നൊരു വേരിയബിളിന് ഇതിനകത്ത് നമ്മൾ എഴുതി കൊടുത്തിട്ടേ ഇല്ല. ഗ്ലോബലിനകത്ത് നോക്കുമ്പോഴേക്കും ബി എന്ന് പറയുന്നൊരു വേരിയബിൾ ഗ്ലോബലായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ബി എന്നൊരു വേരിയബിൾ വന്നിട്ടുണ്ട്. എവിടെയാണ്? FN എന്നുള്ള ഫംഗ്ഷൻ അകത്ത് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വേരിയബിളിനെ ഈ ഫംഗ്ഷൻ അകത്ത് എഴുതിയേക്കുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ഇൻസൈഡ് ദ ഫംഗ്ഷൻ, ഓൺലി ഇൻസൈഡ് ദ സ്പെസിഫൈഡ് ഫംഗ്ഷൻ, ഓൺലി ഇൻസൈഡ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ്റെ പേരെന്താണ്? FN എന്നുള്ള ഫംഗ്ഷൻ. ഈ FN മാത്രമേ ആരെ അറിയുള്ളൂ? ബിയെ അറിയുള്ളൂ. FN2 എന്നുള്ള ഫംഗ്ഷന് ബി അറിയാമോ? ഇല്ല. കാര്യം FN അകത്താണ് ഈ ഒരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ബി ഒരു ലോക്കൽ വേരിയബിൾ ആയതുകൊണ്ട് വി വോണ്ട് ഗെറ്റ് ദ ആൻസർ, അല്ലെങ്കിൽ ദ വാല്യൂ ഇൻ ബി കാൺ ബി ഡിസ്പ്ലേഡ്. ഓക്കെ, ബി cannot be displayed. ഇത്രയേ ഉള്ളൂ സ്കോപ്പ് ഓഫ് എ വേരിയബിൾ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉള്ളത്. ഈ ഒരു എക്സാമ്പിൾ പഠിക്കാനായിട്ട് പ്രശ്നമാണെങ്കിൽ യൂസ് ചെയ്യേണ്ട, ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അങ്ങ് പോവുക. ഒന്നുമില്ല, ഒരു വേരിയബിളിനെ ഗ്ലോബലായിട്ട് കൊടുക്കുക, ഒരു വേരിയബിളിനെ ലോക്കലായിട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഒന്നുകൂടി എഴുതി കാണിക്കാം കേട്ടോ, കൺഫ്യൂഷൻ ആവരുത്. ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സിമ്പിൾ എക്സാമ്പിൾ അങ്ങ് എഴുതി പഠിച്ചാൽ മതി. എപ്പോഴും എക്സാമ്പിൾ കൊടുക്കുമ്പോഴേക്കും സിമ്പിൾ എക്സാമ്പിൾസ് കൊടുക്കണം. ആദ്യം ഒരു ഗ്ലോബൽ വേരിയബിളിനെ കൊടുക്കുക 10 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. സോ FN എന്ന് വിളിക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബി എന്ന് പറഞ്ഞിട്ട്. സോ ബി ഈസ് ഈക്വൽ ടു 5. എന്നിട്ട് ഞാൻ പറയുവാണ്, ഈ ഫംഗ്ഷൻ അകത്ത് നിന്നുകൊണ്ട് പറയുവാണ് പ്രിൻറ്റ് എ എന്നും പറയുന്നുണ്ട്, പ്രിൻറ്റ് ബി എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും 10, ബിയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും 5. എന്നിട്ട് ഞാൻ വേറൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, ഡെഫ് ഫംഗ്ഷൻ 2. അപ്പോൾ ആ ഫംഗ്ഷനകത്ത് നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? ഈ രണ്ട് വേരിയബിൾസിനെ ഒന്നുകൂടെ വിളിക്കുക പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പ്രിൻറ്റ് എ എന്നും പ്രിൻറ്റ് ബി എന്നും കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, എ എന്ന് പറയുന്ന ആളെ വേരിയബിളിനെ FN2 അറിയാം. ബിക്കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോബൽ വേരിയബിളാണ്. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 10 എന്നുള്ള വാല്യൂ കിട്ടും. പക്ഷേ പ്രിൻറ്റ് ബി എന്ന് പറയുമ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ബിയുടെ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോ ബി കാൺ ബി ഡിസ്പ്ലൈഡ്. ബിയുടെ വാല്യൂ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് എ ലോക്കൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഈസ് ലോക്കൽ ടു വിച്ച് ഫംഗ്ഷൻ? FN only. ബി ഈസ് ലോക്കൽ ടു ദ ഫംഗ്ഷൻ FN only. ഓക്കെ, പിന്നെന്താണ്? എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഫോർ ലൂപ്പ് ഇൻ പൈത്തൺ, ഡിസ്കസ് അബൌട്ട് ഹൗ വി ക്യാൻ യൂസ് ലൂപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ചിൻ്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുമെന്ന് വേഗം പറഞ്ഞേ. 1 മുതൽ 5 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ അറിയാം 1 മുതൽ 4 വരെയാണ് പോവുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രിൻറ്റ് ചെയ്യണം. ബിക്കോസ് ബ്രേക്കിലോട്ട് പോവില്ല. നെക്സ്റ്റ് ഐയുടെ വാല്യൂ 2 ആവും. 2 ഈസ് നോട്ട് ഈക്വൽ ടു 3. ബ്രേക്ക് വർക്ക് ചെയ്യത്തില്ല. 2 വിൽ ബി ഡിസ്പ്ലൈഡ്. നെക്സ്റ്റ് ഐയുടെ വാല്യൂ എന്താവും? 3 ആവും. ഐ ഈസ് ഈക്വൽ ടു 3 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. സോ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും പിന്നെ എന്തെങ്കിലും കാണുമോ? ഒന്നും കാണാൻ പറ്റില്ല. 1ഉം 2ഉം മാത്രമായിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് 10, 22 പ്രിൻറ്റ് കൗണ്ട്. കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് കൗണ്ട്. അതിന് സെറ്റ് ചെയ്യുന്ന വാല്യൂസ് എന്താണ്? 10 മുതൽ 18 വരെ സെറ്റ് ആവും. 20 വരുമോ? ഇല്ല. ആ വാല്യൂസിനെല്ലാം താഴെ എഴുതി കാണിച്ചു കൊടുക്കുക. പിന്നെന്താ? ഇത് 3 സ്ട്രിങ്സ് ഉണ്ട്. എ എന്നും ബി എന്നും സി എന്നുള്ള 3 സ്ട്രിങ്സ് ഉണ്ട്. സോ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സ്ട്രിങ് കോൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡേറ്റയുടെ കൂട്ടത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഒരു സ്പേസും വരാൻ പാടില്ല. ഡേറ്റയ്ക്ക് ശേഷം ഉടൻ തന്നെ സയൻസ് വരണം. അതേപോലെ തന്നെ സയൻസിനെ പ്രൊസീഡ് ചെയ്തുകൊണ്ട് ഉടൻ തന്നെ എന്ത് വരണം, റോക്സ് വരണം. ഡേറ്റ സയൻസ് റോക്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അടുത്തത് പൈത്തൺ. പിന്നെ എൻ്റെ വാല്യൂ 3 ആണ്. അപ്പം എം ഇൻറ്റു എൻ, എം എന്ന് പറഞ്ഞാൽ എന്താണ്, പൈത്തൺ. എം എന്ന് പറഞ്ഞാൽ എന്താണ്, പൈത്തൺ. അതേപോലെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, 3. സോ പൈത്തൺ സ്റ്റാർ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, പൈത്തൺ 3 തവണ റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക, ആൻസർ എങ്ങനെയായിരിക്കും, ഒരു തവണ പൈത്തൺ വിത്തൗട്ട് സ്പേസ് രണ്ടാമത്തെ പൈത്തൺ വിത്തൗട്ട് സ്പേസ് മൂന്നാമത്തെ പൈത്തൺ. ഓക്കെ, പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ഉറപ്പായിട്ട് പഠിക്കണം. ഫാക്ടറിയിലെ പ്രോഗ്രാമും പഠിക്കണം. പിന്നെ സീക്വൻഷ്യൽ ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ലിസ്റ്റ് എന്താണ്, ഡിക്ഷണറി എന്താണ്, ട്യൂപ്പിൾ എന്താണെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും പഠിക്കണം. അതേപോലെ തന്നെ സെറ്റിനകത്തുള്ള ഫംഗ്ഷൻസ്, ലിസ്റ്റിനകത്തുള്ള ഫംഗ്ഷൻസ്. ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റിൻ്റെ ഫംഗ്ഷൻസ് ഉറപ്പായിട്ടും പഠിക്കണം. സെറ്റിൻ്റെ ഫംഗ്ഷൻസ് ഉറപ്പായിട്ടും പഠിക്കണം. ഡിക്ഷണറിയുടെ ഫംഗ്ഷൻസ് ഉറപ്പായിട്ടും പഠിക്കണം. ട്യൂപ്പിൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ട്യൂപ്പിൾ എന്താണെന്നും ട്യൂപ്പിളിന് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ട്യൂപ്പിളിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടികളും ട്യൂപ്പിളിനകത്ത് നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല അതിനകത്ത്. പിന്നെ സീക്വൻസ് ഡേറ്റ ടൈപ്സ് ഇൻ പൈത്തൺ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ്, ട്യൂപ്പിൾ, സെറ്റ്, ഡിക്ഷണറി എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ പൊസിഷൻ ബേസിസിലുള്ള ലിസ്റ്റിൻ്റെ എക്സ്ട്രാക്ട് ദ ഫസ്റ്റ് 5 എലമെൻറ്റ്സ് എങ്ങനെ എടുക്കാൻ പറ്റുന്നത്. ആദ്യം എന്ത് ചെയ്യണം, നമ്പേഴ്സ് എന്നാണ് ലിസ്റ്റിൻ്റെ പേര്. സോ നമ്പേഴ്സിനകത്ത് ഇൻഡെക്സ് ബേസിസിൽ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും, ആദ്യത്തെ എലമെൻറ്റ് 0 1 2 3 4 5 അല്ലേ. അപ്പോൾ 5 എലമെൻറ്റ് വേണം. 5 എലമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തൊട്ട് ഇടം വരെയാണ്, 0 1 2 3 4 5 അല്ലേ. അതായത് നമുക്ക് 0 മുതൽ എവിടം വരെ നമ്മൾ റേഞ്ച് ചെയ്യാം, 0 to 5 വരെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എവിടം വരെ പോകും, 4 വരെ പോകും. അപ്പോൾ 1 2 3 4 5 വരെ പോകും. അതായത് 10 മുതൽ 50 വരെ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് എവറി സെക്കൻഡ് എലമെൻറ്റ്, എക്സ്ട്രാക്ട് എവറി സെക്കൻഡ് എലമെൻറ്റ്, അതായത് ഒന്നിന് വിട്ടുള്ള സെക്കൻഡ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സിനെ ഡിസ്പ്ലേ ഔട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, നമുക്ക് നമ്പേഴ്സ് എന്നാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്. ആ ലിസ്റ്റിനകത്ത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പോകണം. ഓക്കെ, എൻഡ് വരെ പോകണം. അപ്പോൾ ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസ് വെച്ചിട്ട് കൊടുക്കാം. 5 6 7 8 അല്ലേ. അപ്പോൾ നമുക്ക് 0 to 9 വരെ വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സിമ്പിൾ എഴുതിയപ്പോഴേക്കും കൺഫ്യൂഷൻ ആവല്ലേ. സോ നമുക്ക് നമ്പേഴ്സ് എന്നാണ് നമ്മുടെ ലിസ്റ്റിൻ്റെ പേര്. സോ നമ്പേഴ്സിനകത്ത് 0 മുതൽ നമ്മൾ ഇവിടം വരെ പോകണം. ഇവിടെ ലാസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ നമുക്ക് 9 വരെ പോകണം. സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. ആദ്യം 0 എടുക്കും, പിന്നെ നമ്മൾ എന്തെടുക്കും, 2 എടുക്കും, പിന്നെ 4 എടുക്കും, 6 എടുക്കും, 8 എടുക്കും, അങ്ങനെ പോകും അല്ലേ. ദെൻ റിവേഴ്സ് ദ സ്ട്രിങ് യൂസിങ് സ്ലൈസിങ്. ഓക്കെ, സോ അപ്പോൾ എപ്പോഴും ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലൈസിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് 2 രീതിയിൽ റിവേഴ്സ് ചെയ്യാം. അതായത് നമ്പേഴ്സ് എന്നുള്ള സ്ട്രിങ് ഡോട്ട് റിവേഴ്സ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കാം, നമ്പേഴ്സ് ഡോട്ട് റിവേഴ്സ് ഫംഗ്ഷൻ കൊടുക്കാം. അല്ലെങ്കിൽ സ്ലൈസിങ് വെച്ചിട്ട് തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സിങ്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഇൻഡെക്സ് ബേസിസിൽ അല്ലെങ്കിൽ സ്ലൈസിങ് കൊടുക്കുന്ന എപ്പോഴും ഇൻഡെക്സ് ബേസിസിലാണ്. സോ നമ്പേഴ്സിൻ്റെ അവിടെ 2 കോളൻ, പിന്നെ റിവേഴ്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്, -1. ഇതാണ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിൻടാക്സ് അല്ലേ. പിന്നെ